അച്ഛ എനിക്ക് ഗംഗയെ കാണണം. എനിക്ക് ഗംഗയെ കണ്ടേ പറ്റൂ. മോള് വിഷമിക്കണ്ട, നമുക്ക് കാണാം. ഇവിടെ എനിക്ക് ഗംഗയെ കണ്ടേ പറ്റൂ. കരയല്ലേ മാളു, നമുക്ക് കാണാട്ടോ. കരയല്ലേ? എനിക്ക് ഗംഗയെ കാണുമെന്ന് പറഞ്ഞില്ലേ? രണ്ടിനെയും തീർക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ. ശരി ശരി, ഏതായാലും ആ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, അത് മതി. ആ, ഇനി എന്നെ ഈ ഫോണിലേക്ക് വിളിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ? എന്തായി രാഹുൽ, രണ്ടും തീർന്നോ? രണ്ടിനെയും ഒരേ സമയം ഇല്ലാതാക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പോ അവിടെ രക്ഷപ്പെട്ടോ? എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ടൊന്ന് പറയൂ രാഹുൽ. ഗംഗയെ രാജിയും ഒരേ സമയം ഇല്ലാതാക്കാനാ ഞാൻ അവരോട് പറഞ്ഞത്. രാജി രക്ഷപ്പെട്ടു, പക്ഷെ ഗംഗ ബാക്കി പറ. ആ ഗംഗയുടെ ശല്യം ഇനി നമുക്കുണ്ടാവില്ല. അവള് ഈ ഭൂമിയിൽ നിന്ന് എന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. സത്യമാണ് രാഹുൽ നീ പറയുന്നത്? അവള് ചത്തോ? അതെ അമ്മ, ഗംഗയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് അവരെന്നെ വിളിച്ചത്. ഒരു കാരണവശാലും ഗംഗ ഇനി രക്ഷപ്പെടില്ല. എന്റെ ദൈവമേ, എത്ര നാളായി കേൾക്കാൻ കുറിച്ച വാക്കായത്. അവള് മരിച്ചു ഉറപ്പല്ലേ? വെട്ടി വീഴ്ത്തിയാലും മുറി കൂടുന്നേനോ. ഇത്തവണ ഭാഗ്യം നമുക്കൊപ്പമാണ്. ഇനി ഗംഗയുടെ ശവം മാത്രമേ ഈ കൈലാസത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കരിനിഴൽ ഇനി ഉണ്ടാവില്ല. അതെ, പക്ഷേ ആ രാജി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അവളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഗംഗ എന്ന ശക്തി ഇല്ലാതായാൽ രാജിയെ നമുക്ക് എളുപ്പം ഒഴിവാക്കാം. നീയുമായിട്ടുള്ള ബന്ധം മതിയാക്കി അവള് സ്വയം ഈ കൈലാസം വിട്ടുപോകും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നാത്തോം പറഞ്ഞത് ശരിയാ. രാജി ഒഴിവാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നിസ്സാര കാര്യം. നമ്മുടെ ശത്രു ഗംഗയാ. അവൾ ഈ വീട്ടിലുള്ളതാ നമുക്ക് ആപത്ത്. പലവട്ടം അവൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതാ. അതൊന്നും അവള് ചെവി കൊണ്ടില്ല. അവസാനം അവള് മഹേട്ടന്റെ ഭാര്യയായി. മഹേട്ടന്റെ ഭാര്യ സ്ഥാനം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതും മറ്റാരാഗ്രഹിച്ചാലും ഇതായിരിക്കും അവസ്ഥ. ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ഗംഗ എന്ന പൊതുശത്രു ഇല്ലാതായ ദിവസം. തൽക്കാലം അധികം ആഘോഷമൊന്നും വേണ്ടമ്മേ. അത് മഹേട്ടന് ചിലപ്പോൾ സംശയം ഉണ്ടാക്കും. അതെ, ഗംഗ മരിച്ചതില് നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് വേണം വരുത്തി തീർക്കാൻ. അങ്ങനെ മഹേട്ടനും തോന്നാവൂ. ഈ കൈലാസത്തെയും നമ്മളെയും ബാധിച്ച ശനിദശ അകന്നു പോയിരിക്കുന്നു. അതെ, ഇനി വേണം സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. വേണ്ട മാളു, ഗംഗ വിളിക്കണ്ട. എന്താ അച്ഛനെ ഗംഗ മിണ്ടാത്തത്? അച്ഛൻ വിളിക്ക്.
ഇപ്പം വിളിച്ച ഗംഗ മിണ്ടു. ഗംഗേച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ മോളെ മിണ്ടാത്തെ? മോള് കരയാതെ. മോളുടെ ഗംഗയുടെ അസുഖം പെട്ടെന്ന് മാറും. മോള് വാ. അച്ഛാ, ശ്രീ മഹേഷിനോട് പ്രാർത്ഥിച്ചാൽ ഗംഗ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും. ഗംഗ പറയാറുണ്ടല്ലോ, നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ശ്രീ മഹേശ്വരൻ കേൾക്കുമെന്ന്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. വാ അച്ഛാ. ഇപ്പൊ വേണ്ട മോളെ. ഗംഗ ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? മോള് മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. പറ്റില്ല, എനിക്ക് പോണം. ശ്രീ മഹേശ്വരനോട് നേരിൽ ചെന്ന് പറഞ്ഞാലേ എന്റെ ഗംഗയുടെ അസുഖം മാറൂ. അച്ഛൻ എന്നെ കൊണ്ടുപോ. പറയുന്നത് കേക്ക് മോളെ. നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോവാം. ഇവിടെ മോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. അതെ മോളെ, പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ നേരിട്ട് പോണമെന്നൊന്നുമില്ല. മോൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ശ്രീ മഹേശ്വരൻ കേൾക്കും. അല്ല, നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചാലേ പെട്ടെന്ന് അസുഖം മാറ്റി തരൂ. എനിക്കറിയാം. ആ, ഇതെന്താ മോളെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. മാളു, ഈ ബില്ലൊന്ന് വേഗം അടച്ചിട്ട് വരണം. ആ ക്ഷേത്രത്തിൽ പോയി ശ്രീ മഹേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിച്ചാലേ ഗംഗയ്ക്ക് വേഗം അസുഖം മാറൂ. അച്ഛൻ വരുന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും? ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കാം. ശ്രീ മഹേശ്വരൻ എന്റെ ഗംഗയെ രക്ഷിക്കട്ടെ. ഞാൻ ചെന്ന് പറഞ്ഞാലല്ലേ ഗംഗയ്ക്ക് വയ്യാത്ത കാര്യം ഭഗവാൻ അറിയൂ. രാജി, മാളു അവിടെ? മാളു അവളിവിടെ ഉണ്ടായിരുന്നാണല്ലോ. പക്ഷെ ഇപ്പൊ അവളെ കാണുന്നില്ലല്ലോ. ചേച്ചി, എന്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. എന്റെ മോള് മാളു. മഹിയേട്ടൻ ടെൻഷൻ ആവാതെ, മോളിവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. വാ. മാളു, മാളു, മാളു. ഒരു കുട്ടി ഈ വഴി പോകുന്നുണ്ടോ? ഇല്ല, കണ്ടില്ല. രാജി, നീ ആ വഴിക്ക് പോയി നോക്ക്. മാളു, മാളു, സിസ്റ്റർ, ഒരു കുട്ടി ഈ വഴി പോകുന്നുണ്ടോ? ഇല്ല, കണ്ടില്ല. മഹിയേട്ട, മാളുവിനെ ഇവിടെ എവിടെയും കാണുന്നില്ല. നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. വാ അച്ഛാ. ഇപ്പൊ വേണ്ട മോളെ. ശ്രീ മഹേശ്വരനോട് നേരിൽ ചെന്ന് പറഞ്ഞാലേ എന്റെ ഗംഗയുടെ അസുഖം മാറൂ. രാജി, മോള്
ക്ഷേത്രത്തിൽ പോയതാവാനാണ് സാധ്യത. ആ അത് ശരിയാ. ഗംഗേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോണെന്ന് മാളു പറഞ്ഞായിരുന്നല്ലോ. ആ അതെ. എന്തായാലും മഹിയേട്ടൻ ക്ഷേത്രത്തിൽ പോയി മാളുവിനെ നോക്ക്. ഞാനിവിടെ നിന്നോളാം. ഞാൻ പോയി എവിടുത്തെ കാര്യങ്ങൾ. അതോർത്ത് മഹിയേട്ടൻ ടെൻഷൻ ആവണ്ട. ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഡോക്ടർമാരുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ ചേട്ടനെ വിളിച്ചോളാം. മഹിയേട്ടൻ വേഗം പോയി മാളുവിനെ കണ്ടുപിടിക്കും. ശരി, എങ്കിൽ ഞാൻ പോയി മോളെ നോക്കട്ടെ. ഇവിടുത്തെ കാര്യങ്ങൾ രാജി ശ്രദ്ധിച്ചോണം. ശരി മഹിയേട്ട, വേഗം ചെല്ല്. ഈശ്വര, ആളിന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കണേ. ഭഗവാനെ, എന്റെ ഗംഗയെ രക്ഷിക്കണം. ഗംഗ പാവ. എന്തിനാ എന്റെ ഗംഗയെ വയ്യാതാക്കിയത്? എനിക്ക് എന്റെ ഗംഗയെ തിരിച്ചു വേണം ശ്രീ മഹേശ്വര. ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ ആഗ്രഹവും നടത്തി തരൂന്ന ഗംഗ പറയാറ്. എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ അമ്മയെ ഗംഗ എന്നും എന്റെ കൂടെ വേണം. അതിന് ഭഗവാൻ എന്നെ സഹായിക്കണം. ഒരിക്കൽ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നെ ഗംഗ എനിക്ക് തന്നു. എന്റെ സ്വന്തം അമ്മയെ പോലെ ഗംഗ എന്നെ നോക്കുന്നത്. ഇപ്പൊ എന്തിനാ ഗംഗ വയ്യാതാക്കിയത്? ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ഭഗവാനോട് പിണങ്ങും. എനിക്ക് എന്റെ അച്ഛനും ഗംഗ മാത്രമേ ഉള്ളൂ. മോളെ, എഴുന്നേക്ക് മോളെ. കരയാതെ മോളെ. എന്റെ ഗംഗയെ രക്ഷിക്കണം. തിരുമേനി പറഞ്ഞ ഭഗവാൻ കേൾക്കും. ഞാനല്ല, മോളുടെ ഈ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. ഗംഗയ്ക്ക് ഒരു ആപത്തും വരാതെ തിരിച്ചു തരികയും ചെയ്യും. സത്യമാണോ പറയുന്നത്? അതെ മോളെ, മോള് പറഞ്ഞതുപോലെ ഞാനും ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാ പ്രസാദം. ഈ പ്രസാദം മോള് ഗംഗയ്ക്ക് തൊട്ടു കൊടുക്കണം. പിന്നെ ഇതിലൊരു ഏലസ് ഉണ്ട്. അത് ഗംഗയുടെ കയ്യിൽ കെട്ടുകയും വേണം. ഇങ്ങനെ ചെയ്താൽ ഗംഗയുടെ അസുഖം മാറോ? തീർച്ചയായും. മോള് വിഷമിക്കാതെ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലും. ശ്രീ മഹേശ്വരൻ നിങ്ങളെ കൈവിടില്ല. ഗംഗ തീർച്ചയായും ജീവിതത്തിലേക്ക് മടങ്ങി വരും. അപ്പോ എനിക്കെന്റെ ഗംഗയെ തിരിച്ചു കിട്ടുമല്ലേ? കിട്ടും. ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ ഗംഗ. അവളെ ഭഗവാൻ കൈവിടില്ല. ശരി, എങ്ങനെ വേഗം ചെന്ന് ഗംഗയ്ക്ക് പ്രസാദം തൊടിയിച്ച് ഏലസ് കെട്ടിക്കൊടുക്കട്ടെ. ശരി മോളെ. രാജി സിസ്റ്ററെ, ഈ കൺസേണിൽ ഒരു സൈൻ വേണം. ഗംഗയുടെ ഹസ്ബൻഡ് എവിടെ? പുറത്തു പോയിരിക്കുക. പുറത്തു പോയെന്നോ? ഇത്രയും ക്രിട്ടിക്കലായി വൈഫ് ഇവിടെ കിടക്കുമ്പോ അയാൾക്ക് എങ്ങനെ പുറത്തു പോകാൻ തോന്നി? അത് മോൾ ആരോടും പറയാതെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നോക്കി പോയതാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പേഷ്യന്റ് രാജി സിസ്റ്റർ ആരാ? എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫാ. ഓ, ഐ എം സോറി. എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായ? അത് ഇതാ ഉണ്ടായത്. ഗംഗേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അത്
ഇതുവരെ കൺസെന്റ് സൈൻ ചെയ്തില്ലേ? പേഷ്യന്റിന്റെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആണോ ആ കുട്ടിയുടെ ഫാമിലി? പോകുന്ന സമയം തിരിച്ചു കിട്ടില്ല. തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുക. എത്രയും വേഗം സർജറി ചെയ്തേ പറ്റൂ. ഡോക്ടർ, ഞാൻ സൈൻ ചെയ്താൽ മതിയോ? കുട്ടി പേഷ്യന്റിന്റെ ആരാ? എന്റെ സിസ്റ്ററാണ്. താൻ സൈൻ ചെയ്താലും മതി. പെട്ടെന്ന് വേണം. ശരി ഡോക്ടർ. ഈശ്വരനോട് പ്രാർത്ഥിക്ക് രാജേ. നമ്മൾ എന്ത് ചെയ്താലും അവസാനം ഫലം തരുന്നത് ഈശ്വരനാ. മോള് സമാധാനിക്ക്, നമുക്ക് പോവാം. മോൾ എന്താ പറയാതെ വന്നത്? അത് ഗംഗയുടെ അസുഖം മാറാൻ ശ്രീ മഹേഷിനോട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. നമുക്ക് വേഗം തിരിച്ചു പോവാം. ദേ ഈ പ്രസാദം ഗംഗയെ തൊടിയിക്കണം. ഇതിലുള്ള ഏല കിട്ടിയല്ലേ? ഭാഗ്യം. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. മാളു ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് പണിയോ മോളെ കാണിച്ചേ. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ഞാൻ എന്റെ ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ഗംഗയുടെ കാര്യം ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ രാജി? ഗംഗേച്ചി ഓപ്പറേഷന് കയറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനാ സൈൻ ചെയ്ത് കൊടുത്തേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അച്ഛൻ പേടിക്കണ്ട, ഗംഗയ്ക്ക് ഒന്നും പറ്റില്ല. ഞാൻ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശ്രീ മഹേശ്വരൻ ഗംഗയുടെ എല്ലാ അസുഖവും മാറ്റും, എനിക്ക് ഉറപ്പാ. മോളുടെ പ്രാർത്ഥന ശ്രീ മഹേശ്വരൻ കേൾക്കട്ടെ. ഗംഗേച്ച് ഒരാപത്തും വരുത്താതെ നമുക്ക് തിരിച്ചു തരട്ടെ.
ഗംഗയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ഗംഗയുടെ ബ്രെയിനിന് സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടാലും നോർമൽ സ്റ്റേജിലേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ, ഗംഗേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറഞ്ഞത്. ഡോക്ടർ, ഗംഗേച്ചിയെ രക്ഷിക്കണം ഡോക്ടർ. ഗംഗേച്ചി ഒരു പാവ.